മറ്റത്തൂരിന് പിന്നാലെ തൃശൂർ പാറളം പഞ്ചായത്തിലും കോൺഗ്രസ് ബി.ജെ.പി. ഡീൽ എന്നുള്ള ഒരു ആരോപണം ഉയർന്നു നിൽക്കുന്നുണ്ട്. അംഗത്തിന്റെ വോട്ട് അസാധുവാക്കി കോൺഗ്രസ് ബി.ജെ.പി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ഒത്താശ ചെയ്തു എന്നാണ് LDF ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നറുക്കെടുപ്പ് വേണ്ടിയിരുന്ന ഇടത്താണ് വോട്ട് അസാധുവായതോടെ ബി.ജെ.പിക്ക് ഭരണം ലഭിച്ചത്. അതേസമയം വോട്ട് അസാധുവാക്കിയ 3-ാം വാർഡ് അംഗം ബിന്ദു ടീച്ചർക്കെതിരെ കോൺഗ്രസ് നടപടിയെടുത്തു. തൃശൂർ പാറളം പഞ്ചായത്തിൽ UDF-ഉം NDA-യും ഒരേ കക്ഷി നിലയാണ്. LDF-ന് 5 സീറ്റുകളും UDF-നും NDA-യ്ക്കും 6 വീതം സീറ്റുകളുമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അത് കൃത്യമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരേ കക്ഷി നിലയിലുള്ളവർ ഒരേ വോട്ട് നേടിക്കഴിഞ്ഞാൽ അത് നറുക്കെടുപ്പിലേക്ക് നീങ്ങുകയും പിന്നീട് പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ UDF-ന്റെ ഒരു സ്ഥാനാർത്ഥിയുടെ, അതായത് 3-ാം വാർഡിലെ ബിന്ദു ടീച്ചർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വോട്ട് അത് കൃത്യമായി അയോഗ്യരാക്കുന്ന, അതായത് കൃത്യമായി അസാധുവാക്കുന്ന രീതിക്കുള്ള തരത്തിലുള്ള വോട്ടാണ് ചെയ്തത്. അങ്ങനെ ഒരു വോട്ട് അസാധുവാവുകയും തുടർന്ന് BJP-യുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയും ചെയ്തു. ഇത് കൃത്യമായൊരു ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. UDF-ഉം NDA-യും ഇവിടെ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട് പാർലം പഞ്ചായത്തിൽ എന്നുള്ളതാണ് LDF-ന്റെ ആരോപണം. KPCC-യുടെയും DCC-യുടെയും നേതാക്കൾ നിറഞ്ഞു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവർ വോട്ട് തേടിയപ്പോൾ നൈസായിട്ട് BJPക്ക് ഒരു വോട്ടിന് മുൻകൈ നേടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവസരമൊരുക്കുകയാണ് ഉണ്ടായത്. ഇത് അവസരവാദ രാഷ്ട്രീയമാണ്. 3-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ബിന്ദു ടീച്ചറെയായിരുന്നു UDF ആദ്യഘട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനായിരുന്നിരുന്നത്. അത് മാറ്റിയതിലുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ BJP-യുമായി പിന്നീട് ഒരു ഡീൽ ഉറപ്പിക്കുകയോ ചെയ്തതാകാം എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെയുള്ള ഒരു കണക്കുകൂട്ടലായി അവിടെ പാർട്ടി വൃത്തങ്ങൾ തന്നെ പറയുന്നത്. എന്തായാലും DCC ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. ഇത് അസാധുവായത് അബദ്ധവശാലാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് DCC വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല ഇവരെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് DCC പ്രസിഡന്റും വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ അത് ന്യായീകരിക്കത്തക്ക ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടു. അത് ഒരു തൃപ്തികരമല്ലാത്ത വിശദീകരണമായതുകൊണ്ട് നടപടി സ്വീകരിച്ചു. അവർ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റത്തൂരിന് പിന്നാലെ പാർലത്തും UDF BJP ഡീൽ എന്നുള്ള തരത്തിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും കടുത്ത ആരോപണങ്ങളുമായി LDF രംഗത്തെത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുകയാണ് UDF. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.